പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് സ്ഥിരീകരിച്ച് വ്യോമസേനാ മേധാവി. ഇന്ത്യയുടെ കൈവശമുള്ള S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും വ്യോമസേനാ മേധാവി AP സിംഗ് വ്യക്തമാക്കി. ബംഗളൂരുവിൽ നടന്ന പരിപാടിയിലാണ് വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു വ്യോമ നിരീക്ഷണ വിമാനവും തകർത്തു. 2 വിമാനങ്ങൾ പറന്നിറങ്ങുന്നതിനിടെയാണ് തകർത്തതെന്നും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. Were the 7 targets that were very close to the border and LC, and they were to be taken on by Army with their integral weapons. They were the 2 main headquarter buildings, that is Bahawalpur and Muridke, headquarter complexes, not buildings, that were to be taken on by Indian Air Force. പാകിസ്ഥാന്റെ ഒരു വലിയ വിമാനം 300 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ചാണ് തകർത്തത്. ഡ്രോണുകളടക്കം പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈന്യം തകർത്തു. ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ DGMO തല ചർച്ചകൾക്ക് തയ്യാറായതെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.